ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാനിപ്പോൾ പോകുന്നത് പിക്കാമ്പേ പോവാണ്. വെള്ളം റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സൈക്കിളിൽ 2 വെള്ളമൊക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പിന്നെ ബാഗ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നമ്മുടെ സ്ഥലം സൈക്കിളിൽ നമുക്ക് 2 എണ്ണം നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സൈക്കിളിൽ പോയി ഞാൻ ഈ വെള്ളം റീഫിൽ ചെയ്യുന്നത്. വെള്ളം റീഫിൽ എന്തുകൊണ്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ നമ്മുടെ ഇവിടുത്തെ നോർമൽ വാട്ടറെ കുടിക്കത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളം അത്ര കട്ടി ഫീൽ ചെയ്തിട്ടില്ല. തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു കട്ടി വെള്ളം ഫീലിംഗ് കിട്ടിയിട്ടില്ല. പക്ഷേ നല്ല കുടിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ല. ഐ എം കമ്മിങ് ഫ്രം ദ പ്ലേസ് വെയർ ദ പ്യൂറസ്റ്റ് വാട്ടർ ഇസ് കമ്മിങ്, മാവേലിക്കര. അപ്പം ഞങ്ങളുടെ സ്ഥലത്ത് നല്ല വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടുത്തെ വെള്ളം കുടിച്ചിട്ട് എനിക്കിപ്പം എസ്പെഷ്യലി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഈ അടിത്തട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പം നല്ല ക്ലീൻ വാട്ടറാണ്. ഞാൻ പൊങ്ങച്ചെന്ന് പറയുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം കുടിക്കുമ്പോൾ പക്ഷേ ഇവിടുത്തെ പല സ്റ്റുഡൻസും പറയും എന്താ വെള്ളത്തിന് കുഴപ്പമില്ലല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ വന്ന സമയം ഞാൻ വന്നിട്ട് ഇപ്പോൾ 7 മാസമാകുന്നു ഈ വെള്ളം കുടിക്കത്തുള്ളൂ. പക്ഷേ ഈ വെള്ളം റീഫിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു വെള്ളം വാങ്ങിക്കുന്നതിന് ഏകദേശം ഒരു 30-35 റാൻഡാണ് ഇതൊരു ബോട്ടിൽ വാങ്ങുന്നതിന്. റീഫിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലിന് വരുന്നത് ഏകദേശം ഒരു 7.5 അത്ര റാൻഡേ ആവത്തുള്ളൂ. ഞാനിവിടെ നിന്ന് ഇറങ്ങാം. ഹായ്, താങ്ക് യു. ഇവിടുത്തെ സെറ്റപ്പ് ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ സ്ഥലത്തിൻ്റെ എൻട്രൻസ് ഓക്ലേൻ എസ്റ്റേറ്റ്. ആണ് ഇവിടുത്തെ പിക്കാമ്പേ. ഇത് സ്ട്രോബെറി ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ സ്ട്രോബെറി ഉണ്ടാകുന്ന സ്ഥലം കേട്ടോ. നല്ല ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടോ ആൾക്കാർ കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനം സ്ട്രോബെറി. ബ്ലൂബെറി എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇവിടെ ഓഫർ ഡേ ആണ്, തേഴ്സ്ഡേ എന്ന് പറയുമ്പോഴത്തേക്കും. നമുക്കിത് എല്ലാ തേഴ്സ്ഡേസിലുമാണ് ഇത് ഇങ്ങനെ വരുന്നത്. ഓണിയൻസ്, ടൊമാറ്റോ, ക്യാരറ്റ്, പിന്നെന്താ ഇതെല്ലാം ചീപ്പാണ്. ഡ്രിങ്ക്സ് ഒക്കെ ചീപ്പായിരിക്കും. വെള്ളം റീഫിൽ ചെയ്യുന്നത് ലൈവ് കുക്കിംഗ് ഒക്കെ ഉണ്ട്. മറ്റേ ഇത് ചപ്പാത്തി പോലെ സാധനമുണ്ട്. അത് കുറച്ചും കൂടെ ടൈം കഴിയുമ്പോഴാണ് അത് വരുന്നത്. ഈ ഗോതമ്പ് വെച്ചുണ്ട് അടദോശയില്ലേ, അങ്ങനെ സാധനമില്ലേ, ശർക്കരയൊക്കെ വെച്ചിട്ട് അതേപോലത്തെ സാധനമാണ്. നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ഒരു പിച്ചാത്തിയുടെ വില കണ്ടോ, 40 റാൻഡ്, 50 റാൻഡൊക്കെ വരുന്നത്, 250 രൂപ. പക്ഷേ വലിയൊരു മൂർച്ചയൊന്നുമില്ല ഈ പിച്ചാത്തിക്ക്. സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ കവറിന് 1.5 റാൻഡാണ്. നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാഗ് കൊണ്ടുവരും. അപ്പോൾ ഇതുണ്ടോ, ഐ ഡോണ്ട് വോണ്ട് ദാറ്റ് ബാഗ്. താങ്ക് യു. ബില്ല് അത് 176 റാൻഡാണ്. സാധനമൊക്കെ വാങ്ങിച്ച് പിന്നെ ബാഗിൽ ഫുള്ളാണ്, നല്ല വെയിറ്റ്. അപ്പോൾ വീട്ടിലൊക്കെ കുറച്ച് വെണ്ടയ്ക്ക സാധനമൊക്കെ ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് രണ്ടും എൻ്റെ വെള്ളമാണ്. ഓക്കെ, അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.